അജയ്യാഞ്ച വിശ്വസ്യ ദേഹീശ ശക്തി. ഹിന്ദു കുടുംബങ്ങൾക്ക്, ഹിന്ദു സമാജത്തിന്, ഈ രാഷ്ട്രത്തിന് ആവശ്യമായ ശക്തിയുടെ പേരാണ് അജയ്യാഞ്ച വിശ്വസ്യ ദേഹീശ ശക്തി. ആർക്കും തോൽപ്പിക്കുവാൻ കഴിയാത്തത്രയും കരുത്ത്. കലിമ ചൊല്ലാൻ അറിയാത്ത 26 ആളുകളുടെ തലമണ്ടയിലൂടെ വെടിയുണ്ട കടത്തിവിട്ടു ഭീകരന്മാർ. നമ്മുടെ കൊച്ചി നിവാസിയായ രാമചന്ദ്രേട്ടൻ അടക്കമുള്ള ആളുകളുടെ തലച്ചോറിലൂടെ കടന്നുപോയി വെടിയുണ്ട. കലിമ ചൊല്ലാൻ അറിയില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് ഭാര്യയുടെ കണ്ണിൽ വെച്ച് ആ ചെറുപ്പക്കാരൻ തമിഴ്നാട്ടുകാരനെ പിടഞ്ഞു മരിക്കേണ്ടി വന്നു. മകളുടെയും പേരക്കുട്ടികളുടെയും കൺമുന്നിൽ വെച്ച് കാശ്മീരിലെ പെഹൽഗാമിൽ വെച്ച് നമ്മുടെ പ്രിയപ്പെട്ട BMSന്റെ പ്രവർത്തനം കൂടിയായ കൊച്ചിക്കാരനായ രാമചന്ദ്രനും പിടഞ്ഞു മരിക്കേണ്ടി വന്നു. അവർ ചെയ്തു പോയ തെറ്റ് കാശ്മീരിൽ ടൂറിന് പോയി എന്നുള്ളതാണ്. കാശ്മീരിൽ ടൂർ പോകാൻ പാടില്ല എന്ന് ഭീകരന്മാരുടെ ഫത്വയുണ്ട്. ആ ഭീകരന്മാരുടെ ഫത്വ ലംഘിച്ചുകൊണ്ട് പെഹൽഗാമിൽ ടൂറിന് പോയ ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ചു. അവിടെ തലമണ്ടയിലൂടെ വെടിയുണ്ട കടത്തിവിട്ടപ്പോൾ ഭാരതം ചോദിച്ചു, ഇതിന് പ്രതികരണമില്ലേ? തിരിച്ചടിക്കണ്ടേ പാകിസ്ഥാനെ? നമുക്കറിയാം, നമ്മുടെ രാജ്യം ഭരിക്കുന്നത് ഒരു സ്വയം സേവകനാണ്. മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ഒരു കൈ സഹായം ആവശ്യമില്ലാത്ത ആകാശത്തിന് കീഴിൽ ഏത് മണ്ണും സ്വതന്ത്രമായി കിടന്ന നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ ഭാരതത്തിൽ പ്രതികാരവും പ്രതികരണവും ഉണ്ടാവുമെന്ന് നമുക്കറിയാം. നമ്മൾ കാത്തിരുന്നു, പ്രതികരിക്കുന്നില്ലേ മോദിജി, പ്രതികരിക്കുന്നില്ലേ? 15ാമത്തെ വയസ്സിൽ RSSന്റെ ശാഖയിൽ പോയിട്ട് പഠിച്ചിട്ടുണ്ട്. അജയ്യാഞ്ച വിശ്വസ്യ ദേഹീശ ശക്തി. ആർക്കും തോൽപ്പിക്കുവാൻ കഴിയാത്ത അത്രയും കരുത്തുള്ള ശക്തി എനിക്ക് നൽകൂ എന്ന് സർവശക്തനായ പരമേശ്വരനോട് 15ാമത്തെ വയസ്സ് മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങിയ സ്വയം സേവകൻ 20ാമത്തെ വയസ്സിൽ RSSന്റെ പ്രചാരകനായ, 52ാമത്തെ വയസ്സിൽ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായ, 2014 ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായ ആ സ്വയം സേവകന്റെ വാക്കുകളിലും പ്രവൃത്തികളിലും തീരുമാനങ്ങളിലും വിശ്വാസമുള്ള 143 കോടി ജനത കാത്തിരുന്നു. 26 നിരപരാധികളുടെ മരണത്തിന് പ്രതികാരം കൊടുക്കുവാൻ കഴിയുന്ന ശേഷിയുള്ള ഭാരതം എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ലെന്ന് പറഞ്ഞ് നമ്മളങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ 15ാം നാൾ പെഹൽഗാമിലെ ഭീകരാക്രമണം കഴിഞ്ഞ് 15ാമത്തെ നാൾ ഭീകരന്മാരുടെ 9 കേന്ദ്രങ്ങളിലേക്ക് ഭാരതത്തിന്റെ ബോംബ് വർഷമുണ്ടായി. 800-ൽ പരം ഭീകരന്മാർ യമലോകത്തേക്ക് അയക്കപ്പെട്ടു, ഹൂറിമാരുടെ അടുത്തേക്ക് അയക്കപ്പെട്ടു. 26 ഭാരതീയരുടെ ജീവന് പകരം 100 കണക്കിന് ഭീകരന്മാരുടെ തലമണ്ടയിലേക്ക് ബോംബ് വർഷം നടത്തി. ഭാരതം പറഞ്ഞു, അജയ്യാഞ്ച വിശ്വസ്യ ദേഹീശ ശക്തി. എനിക്ക് കരുത്തു നൽകൂ ഭഗവാനെ, ആർക്കും തോൽപ്പിക്കുവാൻ കഴിയാത്ത അത്രയും കരുത്തുള്ള ശക്തി. അപ്പോഴാണ് ചൈന കൊടുത്ത പാകിസ്ഥാന്റെ ചില ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഡ്രോണുകളിൽ കെട്ടിത്തൂക്കി ചില ബോംബുകളൊക്കെ വന്നപ്പോ 11 ബ്രഹ്മോസ് മിസൈൽ ഭാരതം അങ്ങോട്ട് അയച്ചു. കൃത്യത എന്നതാണ് ബ്രഹ്മോസ് മിസൈലിന്റെ പ്രത്യേകത. 34 കോടി രൂപയാണ് ഒരു ബ്രഹ്മോസ് മിസൈലിന്റെ വില. എന്ന് വെച്ചാൽ ഒരു 1000 കോടി രൂപയ്ക്കടുത്ത് നമ്മൾ ചുമ്മാ പൊടിച്ചു കളഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ 88 മണിക്കൂർ കൊണ്ട് പാകിസ്ഥാനെ വരച്ച വരയിൽ നിർത്തുവാൻ നമുക്ക് കഴിഞ്ഞുവെങ്കിൽ 100 കൊല്ലം മുമ്പ് RSS പദ്ധതിയിട്ട അജയ്യാഞ്ച വിശ്വസ്യ ദേഹീശ ശക്തിയാണ് അതിന്റെ കാരണമെന്ന് നമ്മൾ അറിയണം. ആർക്കും തോൽപ്പിക്കുവാൻ കഴിയാത്ത കരുത്ത് ഇന്ന് ഭാരതത്തെ ലോകം അസൂയയോടുകൂടി നോക്കുന്നു. ട്രംപ് പറഞ്ഞിരിക്കുന്നു, തീരുവ ഇതാ കുറച്ചുകൊണ്ടിരിക്കുന്നു, എത്ര തീരുവ വേണം നിങ്ങൾ പറഞ്ഞോളൂ. റഷ്യയുടെ പ്രസിഡന്റ് ഇവിടെ വന്നിട്ട് ഭഗവത്ഗീത സമ്മാനമായിട്ട് വാങ്ങി തിരിച്ചു പോകുന്നു. 28 ലോകരാജ്യങ്ങൾ, 8 ഇസ്ലാമിക രാജ്യങ്ങളടക്കം അവരുടെ പരമോന്നത ബഹുമതി നൽകി ഒരു സ്വയം സേവകനായ പ്രധാനമന്ത്രിയെ നിരന്തരം ആദരിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിൽ ഇത് നമ്മുടെ കാലമാണ്, ഇത് ഭാരതത്തിന്റെ നൂറ്റാണ്ടാണ്, ഇത് ഹിന്ദുവിന്റെ നൂറ്റാണ്ടാണെന്ന് അഭിമാനത്തോടുകൂടി പറയുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് സർവശക്തനായ പരമേശ്വര, ഞങ്ങൾക്ക് നൽകൂ അജയ്യാഞ്ച വിശ്വസ്യ ദേഹീശ ശക്തി. മനുവിന്റെ നീതിശാസ്ത്രം പറയും, എന്റെ വീട്ടിലെ പശു നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് നിങ്ങൾ വളർത്തുന്ന വിളവ് ഭക്ഷിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഫൈൻ അടക്കണം. പക്ഷെ ഞാൻ ഫൈൻ അടക്കേണ്ടതില്ല. നിങ്ങളുടെ വിളവ് നിങ്ങൾ വേലികെട്ടി സംരക്ഷിച്ചിട്ടില്ല എങ്കിൽ ഞാൻ ഒരു പിഴയും അടക്കേണ്ടതില്ല. വാതിൽ തുറന്നിട്ടു, അതുകൊണ്ട് കള്ളൻ വീട്ടിൽ കയറി. തെറ്റുകാരൻ കള്ളനല്ല, വാതിൽ നിങ്ങൾ അടച്ചില്ല എന്നാണ് കാരണം. വാതിൽ ദുർബലമാണെങ്കിൽ കള്ളൻ കയറും. വീട്ടിന്റെ ഉള്ളിൽ പൂച്ച കയറിയാൽ, പട്ടി കയറിയാൽ നമ്മൾ ഒരിക്കലും പട്ടിയെ പൂച്ചയെ കുറ്റം പറയില്ല. ചിലപ്പോൾ ഭാര്യയെ ഭർത്താവും, ഭർത്താവ് ഭാര്യയും കുറ്റം പറയും. നീ വാതിലടക്കാത്തതുകൊണ്ടാണ് പൂച്ച ഉള്ളിലേക്ക് കയറിയതെന്ന് പറയും.
എന്നാൽ കള്ളൻ കയറിയാൽ നമ്മൾ കള്ളനെ കുറ്റം പറയും, കള്ളനെ കുറ്റം പറയരുത്. കാരണം നമ്മുടെ വാതിലുകൾ ദുർബലമാണെങ്കിൽ ഏത് കള്ളനും കയറും. രാഷ്ട്രത്തിന്റെ അതിർത്തികൾ ദുർബലമാണെങ്കിൽ പാകിസ്ഥാനിൽ ഭീകരന്മാർ വരും. 2008 അവർ മുംബൈയിലേക്ക് വന്നു. 178 ഭാരതീയരെ മഹാരാഷ്ട്രയുടെ മുംബൈയുടെ മണ്ണിൽ വെടിവെച്ച് കൊന്നിട്ട് അവർ ഈ മണ്ണിൽ നമ്മുടെ വീര സൈനികന്മാർ ജീവൻ ബലിദാനം നൽകി ഒന്നിനെ ജീവനോടെയും ബാക്കി എല്ലാവരെയും യമപുരിക്ക് അയച്ചു. അന്ന് നമ്മുടെ നാട് ഭരിക്കുന്നത് മൻമോഹൻ സിംഗ് ആണ്, UPA സർക്കാർ. 178 ഭാരതീയരുടെ മരണത്തിന് പ്രതികാരമില്ലേ? ഭാരതം ചോദിച്ചു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പത്രസമ്മേളനത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചു യുദ്ധപ്രഖ്യാപനമായിരിക്കുമെന്ന്. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ പാകിസ്ഥാനോട് ഇനി ക്രിക്കറ്റ് കളിക്കുന്നതല്ല എന്ന്. ഉറിയിലും പുൽവാമയിലും ഭീകരാക്രമണം ഉണ്ടായപ്പോൾ തിരിച്ചടിച്ച ഭാരതം എന്തുകൊണ്ട്? ശക്തിയെ ആരാധിച്ചു എന്നതുകൊണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏകതാ സമ്മേളനത്തിൽ നമുക്ക് നൽകുന്ന ഒന്നാമത്തെ സന്ദേശം, രാഷ്ട്രീയ സ്വയം സേവക സംഘവും നമ്മുടെ ആർഷഭാരത സംസ്കാരവും നമ്മുടെ ഋഷി പരമ്പരയും നമ്മെ പഠിപ്പിക്കുന്നത് ത്വം ഹി ദുർഗാ ദശപ്രഹരണധാരിണി. 10 കൈകളിൽ ആയുധം ധരിച്ച ദുർഗയെ പൂജിക്കുന്നവരാണ് നമ്മൾ. ഒരു കൈയിൽ താമരയുണ്ടെങ്കിൽ മറുകൈയിൽ വാളുണ്ട്, ഗദയുണ്ട്, കുന്തമുണ്ട്, ചക്രമുണ്ട്. ആയുധമില്ലാത്ത ഒരു ദേവീദേവനെ നിങ്ങൾ കാണിക്കാൻ കഴിയുമോ? ആയുധമില്ലാത്ത ഒരു ദേവീദേവനെ കാണിക്കുവാൻ നമുക്ക് കഴിയില്ല. സത്യത്തെയും ശക്തിയെയും ഒരുപോലെ ആരാധിക്കുവാൻ ഹിന്ദുവിനെ പഠിപ്പിച്ചു നമ്മുടെ ഋഷി പരമ്പര എന്നറിയണം. അതുകൊണ്ടാണ് അവർ ധനുർവേദത്തെയും ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് അസ്ത്രവും ശസ്ത്രവും നിർമ്മിക്കേണ്ടത്, ആയുധ വിദ്യകൾ എങ്ങനെ. കോസല സാമ്രാജ്യത്തിന്റെ അതിർത്തികളിൽ ശതാഗ്നി എന്ന ആയുധത്തെ വിന്യസിച്ചിരുന്നു ദശരഥ മഹാരാജാവ്. ഓർവിട്ടോടിയതല്ല നമ്മുടെ വീരപുരാതന ചരിതങ്ങൾ, തേരുതെളിച്ചടരാടി നമ്മൾ ദേവർക്കായും യുദ്ധങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ആ ദേവന്മാർക്ക് വേണ്ടി അടരാടിയ ദശരഥ മഹാരാജാവ് സ്വന്തം രാജ്യത്തിന്റെ അതിർത്തിയെ സംരക്ഷിക്കുവാൻ വേണ്ടി കിടങ്ങുകൾ കുഴിച്ചിരുന്നു. ആ കിടങ്ങിൽ വെള്ളം നിറച്ചിരുന്നു. ആ വെള്ളത്തിൽ മുതലകളെ വളർത്തിയിരുന്നു. ശതാഗ്നി എന്ന ആയുധത്തെ വിന്യസിച്ചിരുന്നു. നമ്മുടെ രാഷ്ട്രത്തിന്റെ അതിർത്തികൾ ഇന്ന് സുരക്ഷിതമാണ്. നമ്മുടെ വീടിന്റെ വാതിലുകൾ, വീടിന്റെ കോമ്പൗണ്ട് എങ്ങനെയാണോ സുരക്ഷിതമായിരിക്കുന്നത്, അതുപോലെ രാഷ്ട്രത്തിന്റെ അതിർത്തികൾ സുരക്ഷിതമാണിന്ന്. അത് കഴിയുന്നത് ശക്തിയെ ആരാധിക്കുന്നു എന്നുകൊണ്ടാണ്.